നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും നമ്മളെ കേരളത്തിൻ്റെ തീരാ നഷ്ടങ്ങളാണ്. അതായത് രണ്ടുപേരും ഇപ്പോൾ ജീവനോടെയില്ല. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ എല്ലാവരുടെയും മനസ്സിലും എപ്പോഴും ഉള്ള രണ്ട് നേതാക്കൾ തന്നെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നാലും മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നാലും അങ്ങനെയാണ്. സാധാരണക്കാരുടെ മനസ്സിൽ എപ്പോഴും അവരുണ്ടാവും. കാരണം ഇതുപോലുള്ള ഒരു നേതാക്കൾ ഇനി കേരളത്തിൽ ചരിത്രത്തിൽ ഇനി ഉണ്ടാവുമെന്ന്, ഇനി വരുന്ന ചരിത്രത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നല്ല ആ മനുഷ്യർ തന്നെയായിരുന്നു അവർ. സാധാരണക്കാരൊക്കെ മനുഷ്യർ എന്തെങ്കിലും ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് കേട്ട് അവർക്കുള്ള പരിഹാരം ചെയ്തു കൊടുക്കാൻ കഴിവുള്ള രണ്ട് നേതാക്കൾ തന്നെയായിരുന്നു ഇവർ. എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇവർ. എന്തായാലും ഒരാൾ നമ്മൾ വിട്ടു പോയിട്ട് ഏകദേശം 3 വർഷം അടുപ്പിച്ചവരായി. ഒരാൾ നമ്മളിപ്പോൾ വിട്ടു പോയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ രണ്ട്, എന്താ പറയുക, ഒരു സൂര്യനും ചന്ദ്രനും എന്ന പോലെ ഒരു രാത്രിയിൽ ചന്ദ്രനാണെങ്കിൽ പകൽ സൂര്യൻ, അങ്ങനെ അവർക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം രണ്ടുപേരെയും അങ്ങനെ പ്രത്യേകിച്ച് വർണ്ണിക്കാനൊന്നുമില്ല. രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. സാധാരണക്കാരെ എങ്ങനെ അവിടെ സംസാരിക്കണം, സാധാരണക്കാരോട് എങ്ങനെ പെരുമാറണം, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ട് നേതാക്കൾ തന്നെയായിരുന്നു അവർ. എന്തായാലും നമുക്കവരൊരു തീരാ നഷ്ടം തന്നെയാണ്.